ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ കൂട്ടുകാരെ എല്ലാവർക്കും? അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരി ഉഴുന്നുമൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ കൂടുതൽ ഇട്ടിട്ട് അരച്ചങ്ങനെ വെക്കാറുണ്ടെന്നേ. അപ്പോൾ 2-3 ദിവസമൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതേ ഞാൻ അരി അരച്ചിട്ട് ഞാനിങ്ങനെ ഒരു പാത്രത്തിലാക്കിയൊക്കെ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോയണേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിന്നത്തെ ദിവസമാണ് നമുക്ക് ദോശ ഇഡലിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതേ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ഇനി ഉപ്പ് ചേർക്കും. നമ്മൾ മാറ്റി വെച്ചതിനകത്ത് ഉപ്പ് ചേർക്കില്ല. ഉപ്പ് ചേർക്കാതെ തന്നെ നമ്മളത് അടച്ച് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ വെക്കുകയാണ്. ഈ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഇത്രയും കഷ്ണങ്ങളൊന്നും ചേർക്കാറില്ല കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന സാമ്പാറിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. ഇതും സിമ്പിൾ തന്നെയാണ്, പക്ഷേ ഇന്ന് ഇച്ചിരി കഷ്ണം കൂടുതലുണ്ടെന്ന് മാത്രം. അതിന് കാരണമുണ്ട്, നമ്മുടെ ജംഗ്ഷനിൽ ഒരു ചേട്ടൻ പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങിയതാണ് കേട്ടോ, പച്ചക്കറി കിറ്റ്. അതായത് ഒരു കിറ്റിന് 100 രൂപ. അപ്പോൾ അത് ചെന്നൊരെണ്ണം ചേട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ സാമ്പാറിൻ്റെ കിറ്റെന്ന് പറയുമ്പോഴത്തേക്ക് അവിയലും സാമ്പാറും കൂടെ കണക്കാക്കിയാണ് കേട്ടോ, 100 രൂപ കിറ്റാണ്. അപ്പം ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ മാത്രം അതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മത്തങ്ങയും ഇളവനൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോണ സാധനമാണല്ലോ, ഇരിക്കത്തില്ല. അപ്പോൾ കിറ്റ് കണ്ടപ്പോൾ ഫ്രഷായിട്ട് തോന്നി. പക്ഷേ അടിയിലുള്ള കഷ്ണങ്ങൾ വെച്ചത് ഇളവനൊക്കെ ഇച്ചിരി ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഞാനത് സാമ്പാറിന് തന്നെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതേ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഇഡലി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഷ്ണങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കുക്കറിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. സാധാരണ നമ്മൾ പല രീതിയിൽ സാമ്പാർ വെക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ കഷ്ണത്തിൻ്റെ കൂടെ അല്ലാതെ കണ്ട് നമുക്ക് തക്കാളി വെണ്ടയ്ക്കൊക്കെ നമുക്ക് വേറെ എണ്ണയിൽ വഴറ്റി ചേർക്കാറുമുണ്ട്. അപ്പോൾ ഇത് ഞാൻ കഷ്ണത്തിൻ്റെ കൂടെ തന്നെ ഇടുകയാണ് കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. പല മെത്തേഡിലും നമ്മൾ സാമ്പാർ ഉണ്ടാക്കല്ലേ. അപ്പോൾ ഓരോ ദിവസം നമുക്ക് ഇങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ ചെയ്യും. അപ്പോൾ ഇത് ഇപ്പോൾ സിമ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് ഞാൻ പരിപ്പിട്ടിട്ടുണ്ട്. പരിപ്പിൻ്റെ കൂടെ തന്നെ ഞാൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക്, സവോള ഇത്രയും കൂടെ ഞാൻ വേറെ കഴുകി അരിഞ്ഞ് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ടക്കായം 2 ചെറിയ പീസ് കട്ടക്കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ ഗ്യാസ് ട്രബിളൊക്കെ ഉള്ള ആളുകൾക്ക് 2 അല്ലി ഇത് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതിനാവശ്യത്തിനുള്ള വെള്ളവും കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ കഷ്ണം അല്പം കൂടുതലുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുക്കർ അടച്ചിട്ട് എൻ്റെ കുക്കറിനാണെങ്കിൽ ഞാൻ 2 വിസിലടുപ്പിക്കും. ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ആ വിസിലിൻ്റെ എണ്ണം തീരുമാനിക്കുന്നത്. അപ്പോൾ ഉപ്പും ചേർത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് ഇത് വേകുന്നതിനായിട്ട് അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഈ സമയം എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണ കാര്യം മറക്കല്ലേ കൂട്ടുകാരെ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസമൊന്നും ചായ രാവിലെ ഇടാറില്ല കേട്ടോ. അപ്പോൾ ചായ കുടിക്കാറുമില്ല, കാപ്പിയും ചായയൊന്നും രാവിലെ അങ്ങനെ കുടിക്കാറില്ല. അപ്പോൾ ഇന്ന് പാല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ചായ ഇട്ടത്. അങ്ങനെ ചായ ഇട്ടത് അതൊക്കെ ഒന്ന് കൂട്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുക്കർ ഇവിടെ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഇഡലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ വിസിലടിച്ചിരിക്കുവാണല്ലോ. അപ്പോൾ ഇനി വറ താളിച്ചതിലേക്ക് ഒഴിച്ചാൽ മതി. വറയൊക്കെ പൊട്ടിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മൂപ്പിക്കാൻ പോവുകയാണേ. അപ്പോൾ അതൊക്കെ മൂപ്പിച്ചിട്ട് നമുക്ക് കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ്. എല്ലാവർക്കും അറിയാം സാമ്പാർ ഉണ്ടാക്കാനല്ലേ. അപ്പോൾ ഈ ഒരു രീതി എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പാചകം ഞാൻ ചെയ്ത രീതി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുക്കർ ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ആവശ്യത്തിന് നമ്മുടെ ഒരുപാട് കഷ്ണങ്ങൾ വെന്ത് പോയിട്ടുമില്ല, എന്നാൽ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നല്ല കുറുകിയ സാമ്പാറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം കറക്റ്റിനായിരുന്നു. അപ്പോൾ അതിലേക്ക് അത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം സാമ്പാർ നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണേ. ആ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. ഞാനിനി കായപ്പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കില്ല കേട്ടോ. പിന്നെ തക്കാളിക്ക് നല്ല അത്യാവശ്യം പുളിയുള്ളതായിരുന്നുകൊണ്ട് ഞാൻ വാളംപുളി പിഴിഞ്ഞതും ചേർക്കുന്നില്ല. അപ്പോൾ തക്കാളി പുളിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ അല്പം പുളിവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അങ്ങനെ
സാമ്പാർ റെഡിയായി ഒക്കെ വന്നതിന് ശേഷം ഞങ്ങൾ കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്ത് പിന്നെ രാവിലത്തെ കാപ്പൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി അരി ഇട്ടാൽ മതി. അപ്പോഴാണ് നമ്മുടെ റോഡിൽ കൂടെ സവോള 4 കിലോ 100 എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ചേട്ടായി പുറത്ത് പോയിട്ട് അത് 1 കിറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. 4 കിലോ 100 രൂപയെന്നും പറഞ്ഞിട്ടാണ്. ചെറിയ ഉള്ളിയുണ്ട്, സവോള, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെ എല്ലാം വരും കേട്ടോ. കാശ് മാത്രം മതി, നമുക്ക് കയ്യിലുണ്ടായാൽ മതി, എല്ലാം വരും. അങ്ങനെ സവോള വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 4 കിലോ 100 രൂപയാണ്. നല്ല അത്യാവശ്യം നല്ല സവോള തന്നെയായിരുന്നു കേട്ടോ. ഒന്നും ചീഞ്ഞതോ ഒന്നുമില്ല, ഡാമേജ് ഒന്നുമില്ല, നല്ല സവോളയാണ്. അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടായും മോനും കൂടെ ഒന്ന് ചേർത്തലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചേട്ടായിയുടെ ഫോൺ ഒന്ന് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ രണ്ടുപേരും പോയപ്പോഴത്തേക്ക് എന്തേലും മീൻ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടാണ് ഞാൻ വിട്ടത് കേട്ടോ. തിരിച്ചു വരുമ്പോൾ എന്തേലും മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കറിക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ അരിക്ക് വെള്ളം അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അരി ഒന്ന് പേറ്റിയിട്ട് അടുപ്പത്തിടാൻ പോയാണ്. അപ്പം ഞാൻ ഇന്ന് റേഷൻ അരിയാണ് കേട്ടോ അടുപ്പത്ത് ഇടുന്നത്. സാധാരണ നമ്മൾ സൂര്യക അരിയാണ് വെക്കുന്നത്. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് കുറച്ച് റേഷൻ അരിയുടെ ചോറ് കഴിക്കാം എന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാമല്ല, ചോറ് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്നൊക്കെ വെച്ചിട്ട് പിന്നെ അതാണ് ഞാൻ പേറ്റി എടുക്കുന്നത്. നന്നായിട്ട് പേറ്റി എടുക്കണം. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നതല്ലേ. നമ്മൾ ചാക്കിലെ അരിയില്ലേ, സൂര്യക, ജയ, അങ്ങനെ പല പേരുകൾ ബ്രാൻഡായിട്ടുള്ള അരികളൊക്കെ ഇല്ലേ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മളധികം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിലൊന്നും അത്യാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ റേഷൻ കടയിൽ അരിയിൽ നമ്മൾ നന്നായിട്ട് നോക്കണം. പിന്നെ ഒരുപാട് താവലൊക്കെ വരും. നമ്മളിങ്ങനെ വലിയ അരിയും ചെറിയ അരി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അങ്ങനെ പേറ്റിയൊക്കെ നന്നായിട്ട് എടുക്കേണ്ടിയൊക്കെ വരും. അപ്പം ഞാൻ അത് നന്നായിട്ട് പേറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് വെക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വേവ് അറിയത്തില്ല. എങ്കിലും ഒന്ന് തിളപ്പിച്ച ഉടനെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ അരിയൊക്കെ പേറ്റിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നന്നായിട്ട് കഴുകി. അപ്പം ഞാൻ ഈ കാടിവെള്ളം എടുക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റോസ ചെടിക്കൊക്കെ ഒഴിക്കാനായിട്ട് നല്ല വളമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ അരിക്കാടിയെല്ലാം ഞാൻ എടുത്തൊരു പാത്രത്തിലാക്കി വെച്ചിട്ട് പിന്നെ സവോള പൊളിക്കുമ്പോൾ സവോള തൊലി, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിക്കഴിഞ്ഞാൽ മുട്ടയുടെ തോടിൽ പൊളിച്ചിട്ട് ഇതൊക്കെ നല്ല വളമാണ്. പിന്നെ ഏത്തപ്പഴത്തിൻ്റെ തൊലിയും നല്ലതാണ്. അത് നമ്മൾ മിക്സി എടുക്കാത്ത ജാർ വല്ലതും ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ച് മുട്ടയുടെ തോടും ഏത്തപ്പഴത്തിൻ്റെ തൊലിയും തേയിലമട്ടൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാമെങ്കിൽ നല്ല വളമാണ്. ഇന്ന് കറി വയ്ക്കാൻ മീൻ കൊണ്ടുവരുന്നതിന് മുമ്പ് നമുക്ക് പടവളങ്ങയും ക്യാരറ്റും കൂടെ ഞാൻ എടുത്ത് വെക്കുകയാണേ. അപ്പോൾ ഇത് തോരൻ വയ്ക്കാനാണ്. അപ്പോൾ ഇനി അതൊന്ന് ചീകിയൊക്കെ എടുത്തിട്ടൊന്ന് കൊത്തി അരിഞ്ഞ് തോരൻ വയ്ക്കാൻ പോയാണ്. പിന്നെ മീൻ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഞാൻ വെളുത്തുള്ളി ഉള്ളിയൊക്കെ ഞാൻ പൊളിച്ച് വെക്കാറുണ്ട് കേട്ടോ. അഥവാ വേറെ എന്തെങ്കിലും മീനാണ് കൊണ്ടുവരുന്നെങ്കിലും നമുക്ക് പൊളിച്ച് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ജോലി എളുപ്പമാവില്ല. അങ്ങനെ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ പൊളിക്കാനൊക്കെ എടുത്ത് അത് പൊളിച്ച് വെക്കുകയാണ്. കേരയ ചൂരയ വല്ലതാണ് കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് ഇത് പ്രയോജനപ്പെടും. ഇപ്പം അതല്ല വേറെ ഈ അയല അല്ലെങ്കിൽ വങ്കട അതുപോലുള്ള മീനുകളൊക്കെ ആണെങ്കിൽ നമുക്കിതൊന്നും ആവശ്യമില്ല. അത് തേങ്ങ അരച്ച് മാത്രമേ ഞാൻ വെക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊളിച്ച് വെക്കട്ടെ. അത്യാവശ്യത്തിന് നമുക്ക് പെട്ടെന്നെടുത്ത് കറി ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ജോലിഭാരം കുറയ്ക്കാനൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ മീൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അച്ഛനും മോനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ കൊണ്ടുവന്നത് കണ്ണി അയില എന്ന് പറയുന്ന മീനാണ്. അപ്പോൾ അത് തേങ്ങ അരച്ചാണ് ഞാൻ കറി വയ്ക്കാൻ പോണത്. അങ്ങനെ മീൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണേ. ഇത് കണ്ണി അയില എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അത് അതിൻ്റെ പുറത്തൊരു അരമുണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മൾ ചെത്തിയെടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് ഇതുപോലെ ചെതുമ്പ് എടുക്കുക. എല്ലാവർക്കും അറിയാമല്ലോ, മീൻ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള ഒരു ചെതുമ്പലെല്ലാം ഒന്ന് കളഞ്ഞിട്ട്, പിന്നെ ഇതിൻ്റെ ഇരു സൈഡിലും തൊങ്ങൽ പോലെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് ഇതുപോലെ ചെത്തി കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമുക്ക് എന്നിട്ട് അതിൻ്റെ പുറം ഭാഗത്ത് കുറച്ച് ആരമുണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിങ്ങനെ കത്തിക്കൊണ്ട് ചെത്തി മാറ്റണം. അതിനുശേഷം അതിൻ്റെ വാലും മുറിച്ചിട്ട് തലയുടെ ചെകിള വലിച്ചാണ് കേട്ടോ. ഇത് കണ്ണിയിൽ അങ്ങനെയാണ് ഞാൻ വെട്ടാറുള്ളത്. എന്നിട്ട് അതിൻ്റെ അകത്തുള്ള കുടലും പണ്ടും എല്ലാം പുറത്ത് കളഞ്ഞിട്ട്, കണ്ണ് ഞാൻ എടുക്കാറില്ല കേട്ടോ. കണ്ണ് എനിക്കിഷ്ടമല്ല. ഞാൻ കണ്ണ് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം ഒന്ന് വലിച്ചൊക്കെ കളഞ്ഞിട്ട് ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കഴുകി തേച്ച് കഴുകിയൊക്കെ എടുത്ത് ഒരു 3 പീസായിട്ട് ഞാനിത് മുറിച്ച് കറി വയ്ക്കാൻ പോയണേ. പിന്നെ ചേർത്തല വരെ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് അനിക്കുട്ടിക്ക് ഹാഫ് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നേ. അങ്ങനെ അത് കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മീൻ ഞാൻ 3 പീസായിട്ടാക്കി എടുത്തിട്ട് പിന്നെ തേങ്ങയൊക്കെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറി അടുപ്പത്ത് വെച്ച് പിന്നെ പടവളങ്ങയും ക്യാരറ്റും അരിഞ്ഞ് വറയിലേക്ക് ഇട്ടിട്ടുണ്ട് തോരൻ വയ്ക്കാനായിട്ട്. അപ്പോൾ കറി ഇവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ്. മാങ്ങയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഉപ്പും പുളിയും എല്ലാം, പുളി ചേർക്കണ്ട, മാങ്ങ ചേർത്തുകൊണ്ട് കുടംപുളി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു തക്കാളിയും ചേർത്തിട്ടുണ്ട് അതിലേക്ക്. അപ്പോൾ നമ്മുടെ പടവളങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി ഒന്ന് ആവിയിൽ ഒന്ന് വെന്ത് വന്നാൽ മതി, അടച്ചു വെച്ചാൽ മാത്രം മതി. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒന്ന് ചതച്ച് എടുക്കാനുള്ള കൂട്ടും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ജീരകവും തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതും കൂടെ നമ്മൾ പടവളങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോയാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഇനി ഒന്നുകൂടെ അടച്ച് വെച്ച് ആവി കയറ്റി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പടവളങ്ങ തോരൻ റെഡിയാണ്. പടവളങ്ങയും ക്യാരറ്റും കൂടെ തോരൻ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെയുള്ള കോമ്പിനേഷനാണ് പയറും വള്ളിപ്പയറില്ലേ, വള്ളിപ്പയറും ക്യാരറ്റും തോരൻ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡിയായി വരുന്ന സമയത്താണ് 1 മണി ആയിട്ടുണ്ട്. കറി ആയി വന്നപ്പോഴത്തേക്ക് മീൻ കൊണ്ടുവരാൻ കുറച്ച് ലേറ്റായില്ലേ. അപ്പോഴേ നമ്മുടെ വീട്ടിൽ കക്ക ഇറച്ചിയും കൊണ്ട് ഒരു ചരുവക്കാരി ചേച്ചി വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ഇത്രയും സമയമായില്ല, ഇനി വെക്കാൻ സമയമില്ലല്ലോ. പക്ഷേ ചേച്ചിക്ക് ഇപ്പോഴാണ് കക്കയൊക്കെ കുത്തിയെടുത്തത്, സമയം പോയി മോളെ വാങ്ങുമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ പിന്നെ 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ അതും കൊണ്ട് നേരെ അടുക്കളയിൽ വന്നിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനിക്കുട്ടി അടുക്കളയിലുണ്ടായിരുന്നു. അനിക്കുട്ടിക്ക് പെട്ടെന്ന് അത് ക്ലീൻ ആക്കിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊന്ന് വേവിച്ച് വെക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ ചോറ് കഴിക്കാനൊക്കെ സമയമായപ്പോഴത്തേക്കിനി ഇതും ചെയ്ത് വന്നിട്ട് കഴിക്കാനിരിക്കുമ്പോൾ ഒരുപാട് ലേറ്റാവും. അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഊണ് കഴിക്കാൻ ചോറും കറികളൊക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ. മീൻ കറിയും ആ തോരനും മാത്രമേ ഉള്ളൂ. ഇന്ന് ഉച്ചയൂണിനുള്ള കറി അതാണ് കേട്ടോ. അപ്പോൾ കക്കയിറച്ചി ഞാനത് വേകുന്നതിനായിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് അല്പം വെള്ളം ഒഴിച്ച് അടപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ നമുക്കത് വൈകുന്നേരം റെഡിയാക്കി എടുക്കാം. പിന്നെ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പണി മുറ്റത്തുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചാമ്പയുടെ കമ്പ് കുട്ടികളെല്ലാം കൂടെ ചാമ്പയ്ക്ക പറിക്കാൻ വന്നിട്ട് അതെല്ലാം കമ്പെല്ലാം ഒടിച്ചവിടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ചേട്ടായി അത് പുറത്തുനിന്ന് അകത്തേക്ക് വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കമ്പെല്ലാം ചെറുതാക്കിയിട്ട് അത് നമ്മുടെ വീടിന് പുറകുവശത്ത് കൊണ്ടിടാൻ പോവുകയാണേ. അപ്പോൾ ഒരുപാട് കരികിലകൾ പുറത്തും ഉണ്ട് അകത്തും ഉണ്ട്. നല്ല പണി തന്നെ ഇരുന്ന് കേട്ടോ. പിന്നെ ഞാൻ ചൂലെടുത്തുകൊണ്ട് വന്ന് അതെല്ലാം ഒന്ന് അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഈ കുട്ടികളെല്ലാവരും ഈ ചാമ്പയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടേ ഉറുമ്പും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വലിയ ഉറുമ്പില്ലേ, മുഷറുറുമ്പെന്ന് ഇവിടെ പറഞ്ഞാൽ പുളിയനുറുമ്പെന്നൊക്കെ പറയത്തില്ലേ. ഓരോ നാട്ടിലും ഓരോ പേരുകളാണ് ഉറുമ്പിന്. എന്ത് ചെയ്യാനാ, കൂടുതൽ എന്താ പറയേണ്ടത്, ഉറുമ്പും കൂടെ ഇളക്കി വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ തലയിലും എന്നെ ശരിക്കും കടിച്ചു കേട്ടാ ഉറുമ്പ്. അങ്ങനെ ഞാൻ ഉറുമ്പിനെയൊക്കെ തൂത്തണ്ടാണ് ആ കരിയില അടിച്ചുകൊണ്ടിരിക്കണതേ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചായ വെക്കാനായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തിരക്കിട്ട് ഇതൊക്കെ ഒന്ന് അടിച്ചു വരുന്നത്. അപ്പോൾ പുറത്തുള്ള ക്ലീനിങ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതെല്ലാം ഒന്ന് അടിച്ചു വാരി ഇട്ടതിന് ശേഷം പിന്നെ വാരി കളയാമെന്ന് വെച്ചു. ചാക്കയിലെ വാരി കൊണ്ടുപോയി വീടിന് പുറകുവശത്തേക്ക് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം പോയിട്ട് ഞാൻ പിന്നെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ ഇട്ട് എല്ലാവർക്കും കുടിക്കാനൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം കൂട്ടുകാരെ. ബായ്.